എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവും ഇവിടെ, ഒരു വേദന, നോട്ട് എന്താ പറയാ പേടി അല്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് അങ്ങനെ തന്നെയും മകളെയും ചേർത്ത് അസഭ്യം പറഞ്ഞ വിഷയത്തിൽ ഷെഫീന ബീവിക്കെതിരെ പ്രതികരണവുമായി മഞ്ജു പിള്ള രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓൾറെഡി മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്ത് ഈ വിഷയത്തിൽ 2 ദിവസം മുമ്പ് ഒരു പ്രതികരണം അറിയിച്ചതാണ്. നമ്മൾ അടക്കം വന്നതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അന്ന് ദയ പറഞ്ഞത്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യും, ഞാൻ ബോൾഡായി തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെയായിരുന്നു ദയാ സുജിത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. നമ്മൾ അടക്കം വന്നതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ദയാ സുജിത്തിന്റെ അമ്മയായിട്ടുള്ള മഞ്ജു പിള്ള ഈ വിഷയത്തിൽ ഇപ്പൊ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദയാ സുജിത്തിന്റെ തന്നെ ചാനലിൽ ഇവര് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഉള്ളത് പറയാലോ, ഇവരുടെ വീഡിയോ എന്റെ ഫീഡിൽ വന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഇവരുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത്. ഇവര് ഷെഫീനെ 4 പറയും, മഞ്ജു പിള്ളൊക്കെ ഷെഫീനെ ആട്ടി വിടും എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഇവരുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത്. അത്ര ഞാൻ പ്രതീക്ഷ വെച്ചതിലും മറ്റൊരു കാരണമുണ്ട്. കാരണം ഇതേ മഞ്ജു പിള്ള തന്നെ 10 മാസം മുമ്പ് ഒരു ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, മഞ്ജു പിള്ളയും മകളും കൂടി ചേർന്നിട്ട്. അന്ന് മഞ്ജു പിള്ളയുടെ മകളെ കുറിച്ച് ഒരാൾ ഒരു മോശം കമന്റ് ഇട്ടത് കാരണം അയാൾക്കെതിരെയുള്ള മഞ്ജു പിള്ളയുടെ പ്രതികരണം ആ ഇന്റർവ്യൂലൂടെ പുള്ളിക്കാരി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അന്ന് മഞ്ജു പിള്ള പറഞ്ഞ എന്താണ്, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ മകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവരുടെ മുട്ടുംകാലം ഞാൻ തല്ലി ഓടിക്കും, അവരെ ഞാൻ വെറുതെ വിടില്ല, അവരെ നിയമപരമായി എല്ലാ തരത്തിലും ഞാൻ പൂട്ടും എന്നൊക്കെയുള്ള രീതിയിൽ അതിവൈകാരികമായിട്ട് മഞ്ജു പിള്ള അന്ന് ഇന്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം മകളെ കുറിച്ച് മോശമായ ഒരാൾ കമന്റ് ഇട്ടതിനാണ് പുള്ളിക്കാരി ഇത്രയും അതിവൈകാരികമായി അന്ന് ഇന്റർവ്യൂവിൽ സംസാരിച്ചത്. അങ്ങനെയുള്ള ഒരാൾ, ഒരു പെണ്ണ് തന്നെയും മകളെയും വെച്ചിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അസഭ്യം പറയുന്ന സമയത്ത് ഉറപ്പായും പൊട്ടിത്തെറിച്ച് പ്രതികരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടാവില്ലോ. ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞാൻ ഇവരുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത്. പക്ഷെ ഉള്ളത് പറയാലോ, ലിറ്ററലി ഈ പറയുന്ന മഞ്ജു പിള്ള എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഈ വിഷയത്തിലുള്ള മഞ്ജു പിള്ളയുടെ പ്രതികരണം ഒന്ന് കണ്ടു നോക്കാം. ഇനി മഞ്ജു പിള്ളയുടെ പ്രതികരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിഷയം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഒരു മിനി എക്സ്പ്ലനേഷൻ തരാം. അതായത് ഷെഫീന ബീവി എന്ന് പറയുന്ന വ്ളോഗർ ഒരാഴ്ച മുന്നേ ഈ പറയുന്ന മഞ്ജു പിള്ളക്കെതിരെയും ദയാ സുജിത്തിനെതിരെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ വീഡിയോ? ഈ പറയുന്ന ദയാ സുജിത്ത് ഒരു മോഡലാണല്ലോ. അപ്പൊ ഈ മോഡലിംഗിന്റെ ഭാഗമായിട്ട് 2 വർഷം മുന്നേ ദയാ സുജിത്ത് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബിക്കിനൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ. അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫുൾ അസഭ്യം പറഞ്ഞുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ പറഞ്ഞ ഷെഫീന ബീവി ചെയ്തത്. സദാചാര ഗുണ്ടായിസത്തിന്റെയും സ്ലെഡ് ഷേമിങ്ങിന്റെയും അങ്ങേയറ്റമായിരുന്നു ഷെഫീന ബീവിന്റെ ആ വീഡിയോ എന്ന് പറയുന്നത്. ആ വീഡിയോ കാണാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല. എന്തായാലും ഷെഫീന ബീവിന്റെ പ്രതികരണം അതിര് കടന്നതോടെ ഇത് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഷെഫീനക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പെണ്ണിനെ കുറിച്ചും പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങളാണ് ഷെഫീന ബീവി ആ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ സ്ത്രീ വിളിച്ചു പറയുന്നത് അല്ലേ? മഞ്ജു പിള്ള ദയാ സുജിത്തിനെ കയറൂരി വിട്ടിരിക്കുകയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഷെഫീന സംസാരിച്ചു വെക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള പ്രതികരണവുമായിട്ടാണ് ഇപ്പൊ മഞ്ജു പിള്ള രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മൾ എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് മഞ്ജു പിള്ളയുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. പിന്നെ ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ മഞ്ജു പിള്ളയും ദയാ സുജിത്തും ഉള്ളത് മുംബൈയിലാണ് കേട്ടോ. ദയാ സുജിത്ത് എന്തോ മോഡലിംഗിന്റെ ഭാഗമായിട്ട് മുംബൈയിൽ സെറ്റിൽഡാണ്. അപ്പൊ ദയാ സുജിത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് അമ്മയായിട്ടുള്ള മഞ്ജു പിള്ള. അന്നേരമാണ് ഇവർ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ മഞ്ജു പിള്ളന്റെ പ്രതികരണത്തിലേക്ക് കടക്കാം. പരിചയപ്പെടുത്തിയോട്ടെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സർപ്രൈസ്. അമ്മ എന്തിനാ അമ്മ ഇവിടെ മുംബൈയിലേക്ക് വന്ന്? എന്റെ പ്ലേ ഇല്ലേ? എന്റെ പ്ലേ കാണാൻ വന്നത് അതോ എന്നെ കയറ് വെച്ച് കെട്ടിയിടാൻ വന്നതാണ്? അത് ഓൾറെഡി ഉണ്ടല്ലോ. കയറ് മാത്രമല്ല, കുറച്ച് പുല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിനെ പോലെ സൈഡിൽ കെട്ടിയിടും. തീറ്റ, കാലിത്തീറ്റ, മറ്റേ പഴങ്കഞ്ഞി, മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അനിയാണ് സൈഡിലേക്ക് കെട്ടിയിടും. എന്തായാലും അടിപൊളിയായി. ഷെഫീന ബീവിക്കിട്ട് നൈസായിട്ട് കൊട്ടിയതാണ് സംഭവം. ഇവർക്കെതിരെ റിയാക്ട് ചെയ്ത സമയത്ത് ഷെഫീന ബീവി ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, മഞ്ജു പിള്ള മകളെ കയറൂരി വിട്ടതാണോ എന്നുള്ള രീതി. അതിനൊരു ഇൻഡയറക്റ്റ് മറുപടി കൊടുത്തതാണ് സംഭവം. എന്തായാലും നൈസായിട്ടുണ്ട് അല്ലേ? പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയി കുട്ടുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് സംഭവത്തെ അഡ്രസ് ചെയ്ത് സംസാരിക്കുക. അതാണ് നമ്മൾ നിങ്ങളെ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ബാക്കി കേട്ട് നോക്കാം. സോ ഞാൻ കഴിച്ചു കഴിഞ്ഞു, അമ്മയും കഴിച്ചു. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തും ചെയ്യും. നമ്മളില്ലേ ഷോപ്പിങ്ങിന് വേണ്ടി എന്ത് ചെയ്താലും കയറിന്റെ അറ്റൻഡ് കയറ് വെട്ടി കളയില്ല. നമ്മൾ കയറ് ബാഗ് വരെ എന്റെ അമ്മ എഴുതിയിട്ടുണ്ട് കയറിന് വേണ്ടി. പക്ഷെ കയറ് അടിച്ചിട്ടിട്ട് ഒരു കയറാക്കിയിട്ടുണ്ട്. അതെ,
അത് നമ്മൾ വലിയ കളികൾ മാത്രം ഏത് അതന്നെ എന്തായാലും കയറ് വാങ്ങാനുള്ള ബാഗായിട്ടാണ് അമ്മ വന്നേക്കുന്നതെന്നൊക്കെയാണ് ദയാസുജിത്ത് പറയുന്നത് അല്ലെ. എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇപ്പോഴും ഇവര് വിഷയം ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അല്ലെ. എന്തിനാണെങ്കിലും ഒളിച്ചും പാത്തും കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ഇതിപ്പോ വ്ളോഗ് തുടങ്ങിയപ്പോ തൊട്ട് ഇവര് കയറിന്റെ വിഷയത്തിൽ പിടിച്ചു തൂങ്ങിയതാണ്. ഇപ്പോഴും ഇവര് ഇത് വിട്ടിട്ടില്ല. വിടുമായിരിക്കും അല്ലെ. ബാക്കി കേട്ടോക്കെ എന്തായാലും നമുക്കൊരു ഔട്ട്ഫിറ്റ് ചെക്ക് നടത്താം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ അമ്മന്റെ അനിയത്തിയെ പോലെ ഇരിക്കുന്നതാണ്. ഹലോ ഒരു കൊച്ചൊന്നിട്ട് ഞാനായിട്ട് പോയിടോ പറഞ്ഞത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്റെ അമ്മയും അമ്മ എന്തുകൊണ്ടാണ് എന്റെ അമ്മ എല്ലാവരും അനീതി എന്ന് വിളിക്കുന്നത്. കാണിച്ചു തരാം. എന്റെ അമ്മ പാവാടയൊക്കെ കൊടുത്തുകൊണ്ടാണ് മുംബൈയിൽ ഇറങ്ങണം. മാത്രമല്ല ഞാൻ കേരളത്തിലും പക്ഷെ ചുമ്മാ അല്ല ആൾക്കാർ അനീതി ഇപ്പൊ ശരിക്കും അമ്മ എന്റെ അനീതി പോലെയാ. പക്ഷെ എന്നെ മകളെന്ന് പറയും. ഇല്ലടി അത്രയും. അമ്മ ഇനി അമ്മേനെ കയറിടേണ്ടി വരും. ഇനി അമ്മേനെ കയറിടണം. അമ്മ സ്കേർട്ട് ഇട്ടു. അമ്മയ്ക്ക് ഇന്ന് എന്തൊക്കെയോ ചെയ്യാണ്ട്. അപ്പൊ അമ്മയുടെ രീതിയിൽ നമുക്ക് പോവാം. അമ്മ എന്താ ചെയ്യാനുള്ളത്? കയറ് മേടിക്കണം. അമ്മ വീണ്ടും കയർ തന്നെ. ഇവർക്ക് ഇത് വിട്ടുപിടിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. എങ്ങനെയൊക്കെ സംസാരിച്ചു വന്നാലും കയറിലാണോ എന്ന് അവസാനിക്കുന്നത്. ഉള്ളത് പറയാലോ. ഇതെന്നെ എപ്പോഴും പറയുന്ന സമയത്ത് ഭയങ്കര ബോറായി വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം കേട്ടപ്പോ ഓക്കെ, ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. രണ്ടാമത് കേട്ടപ്പോ ഒരു ഓക്കെ ഫീൽ. പക്ഷെ നിങ്ങൾ മൂന്നാമതും നാലാമതും ഈ കയറിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ എന്തോ ഭയങ്കര അരോചകം പോലെ. ഇതെല്ലാം നമ്മൾ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറ. അല്ലാതെ നിങ്ങൾ ഒളിച്ചും പാത്തും എത്രയും നേരം വെച്ച് നിങ്ങൾ സംസാരിക്കും. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്തെങ്കിലും പറയാണ്ട് ഇപ്പൊ നടക്കുന്ന സിറ്റുവേഷനിൽ അമ്മയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറയണമെന്നില്ല, ഏത് രീതിയിലും പറയാം. പക്ഷെ നമ്മൾ അവസാനമായിട്ട് എനിക്ക് നമ്മളിത് അഡ്രസ് ചെയ്യുന്നത് ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. സോ യാ നമ്മൾ കൂടുതലും എന്തായാലും ഇത് പോവല്ലേ ഗൈസ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കളർ ഗ്ലോസിന്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിന് ഭയങ്കര അഫോർഡബിൾ ആണ്. സീരിയസ്ലി ഭയങ്കര നാട്ടില് ഭയങ്കര കോൺട്രവേഴ്സി നടക്കുകയാണ്. ടോട്ടോ സെൽഫിഷ് ആണ്. നിങ്ങൾ മേടിക്കാൻ ടാഗ് ആയിട്ടുണ്ടാകും കേട്ടോ. നിങ്ങൾ മേടിക്കും. അടിപൊളി സംഭവം. ഭയങ്കര അഫോർഡബിൾ. 300 എത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇത് 3000 സാധനത്തിന് ഡ്യൂപ്പാണിത്. ഫെൻഡി ബ്യൂട്ടി ഡ്യൂപ്പാണ്. ഞാൻ പറഞ്ഞുള്ളൂ. എന്ത് കണ്ടിന്യൂ ഞാനാ. നമുക്ക് വേറെ ഒരുപാട് പണിയില്ലേ. നമ്മള് എന്നെ മണിക്കൂറാണെങ്കിൽ ഞാൻ വേറെ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ആക്ച്വലി എന്താ പറയുന്നില്ല. എനിക്കിതൊന്ന് റിയാക്ട് ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം എനിക്ക് അതിനെക്കാട്ടും വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ ഹോം ലോൺ ആരും വന്ന് ചെയ്ത് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാർ ലോൺ ആരും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. നിന്റെ ലോൺ അങ്ങനെ പലതും ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ ചെയ്യണം. പിന്നെ എനിക്കിത്രേ പറയാനുള്ളൂ. കുഞ്ഞുങ്ങളായാലും ആരായാലും അവരവരുടെ പാഷനിൽ പോവുക. അവരവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് മാത്രമല്ല അവർക്ക് ധൈര്യം അതുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഒരു തരം ധൈര്യം തന്നെയാണ്, അതുണ്ടെങ്കിൽ live your life, do whatever you want. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്ത് പറയാനുള്ളൂ. ഇത് പറയാനാണെങ്കിൽ കഷ്ടപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു വഞ്ചിപ്പിള്ളേ. ഇതിനും ഭേദം നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നതിനും എന്തുകൊണ്ട് നല്ലത്. ഇതെന്തോന്നത്? എനിക്കിതൊന്നും മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് ഹോം ലോൺ അടിച്ചു തീർക്കാനുണ്ട്. എനിക്ക് അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്. അതിന്റെ ഇടയിൽ എനിക്കിതൊന്നും മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ല. ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഇത് പറയാനാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇപ്പൊ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അല്ല വഞ്ചിപ്പിള്ളേ, നിങ്ങളുടെ മകളെ കുറിച്ചാണ് ഒരു പെണ്ണ് ലിറ്ററലി വന്നിരുന്ന അസഭ്യം പറഞ്ഞത്. അതിനെക്കുറിച്ച് ഈ നാട്ടിൽ കണ്ട ആളുകൾ മൊത്തം എടുത്ത് റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് സപ്പോർട്ടായി നിന്ന്. എന്നിട്ട് അവസാനം നിങ്ങൾ വന്ന് പറയുവാണ് എനിക്കിതിനെ റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല, എനിക്കിത് അഡ്രസ് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ. എന്തോന്നാ അതൊക്കെ. അതിന്റെ ഇടയിലാണെങ്കിൽ അപ്പുറത്ത് ദയാസുജിത്ത് കാണിക്കുന്ന ഗോസ്റ്റുകളാണെങ്കിൽ വേറെ ലിപ്സ്റ്റിക് കാണിക്കുന്നു, മേക്കപ്പ് കാണിക്കുന്നു, എന്തോ ലോഷൻ കാണിക്കുന്നു. കാര്യമായിട്ടുള്ള ഒരു വിഷയത്തെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് കാണിക്കുന്ന സംഗതികളാണ് ഇതൊക്കെ. എന്തോ നമ്മൾ കൂളാണ് ചില്ലാണെന്ന് കാണിക്കാനുള്ള തത്രപ്പാടിലാണെന്ന് തോന്നുന്നു. പക്ഷെ ഉള്ളത് പറയാലോ, എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അരോചകമായിട്ടാണ് തോന്നിയത്. അപ്പൊ എനിക്കിവിടെ മഞ്ജു പിള്ളയോട് പറയാനുള്ളത്, മഞ്ജു പിള്ള ഇത് നിങ്ങൾ തന്നെയാണോ? ഇതേ നിങ്ങൾ തന്നെയായിരുന്നോ 10 മാസം മുമ്പേ നിങ്ങളുടെ മകളെ കുറിച്ച് ഒരാൾ മോശമായി കമന്റ് ഇട്ട സമയത്ത് വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത്? നിങ്ങൾ തന്നെയാണ് ഇപ്പൊ ഒന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇറ്റ്സ് അൺബിലീവബിൾ. സംഭവം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ
എല്ലാവരോടും പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന പോലെയല്ല ഷെഫീനോട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് ഇവർക്ക് നല്ലോണം അറിയാമെന്ന് തോന്നുന്നു. കാരണം ഷെഫീനക്കെതിരെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ നാളെ ആ പെണ്ണും പിള്ള 4 ഇരട്ടി തെരുവിലായിട്ട് തിരിച്ചു വരും. അവർക്ക് ഓൾറെഡി നാവിന് ലൈസൻസ് ഇല്ല. ആ പേടി ഇവരുടെ മനസ്സിൽ നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ അവിടെയും ഇവിടെയും തൊടാണ്ട് സംസാരിച്ച് വെക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു ഫെയർ ആയിട്ടുള്ള രീതിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇനി അങ്ങനെ ഒരു പേടി മഞ്ജുപിള്ളയുടെ മനസ്സിലുണ്ട് എങ്കിൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഇഷ്യൂ അഡ്രസ് ചെയ്ത് സംസാരിക്കും. കാരണം ഈ കണ്ട സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടായി വന്നു. നിങ്ങൾക്ക് വേണ്ടി ആ സ്ത്രീക്കെതിരെ കേസ് വരെ കൊടുത്തു പലരും. അതുകൊണ്ട് തന്നെ നാളെ ഇനി ആ പെണ്ണുമ്പോൾ നിങ്ങൾക്കെതിരെ 4 തെറി വിളിച്ച് വന്നാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. അത് മനസ്സിലാക്കിയെങ്കിലും നിങ്ങൾ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കുക. അതാണ് നമ്മൾ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ നിന്നത്. ഇതൊരുമാതിരി നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം ഒരുമാതിരി കാറ്റിപ്പറത്തുന്ന രീതിയിലായി പോയി നിങ്ങളുടെ പ്രതികരണം. ലിറ്ററലി നിങ്ങൾ നിരാശപ്പെടുത്തി കളഞ്ഞു മഞ്ജു പിള്ള. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ജീവിക്കുക. നാളെ ഒരു വണ്ടി തട്ടിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. നാളെ വേണ്ട, ഇവിടുന്ന് കാപ്പ് പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീരാവുന്ന ഇതേ ഉള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ. എൻജോയ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരെ ഉപദ്രവിക്കാതെ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, അപകടം ഉണ്ടാക്കാതെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ, മക്കളെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ കാര്യമായിട്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് അപ്പുറത്ത് ആ പെണ്ണ് എന്താണ് ഈ കാണിക്കുന്നത്? കുത്തിരുന്ന് ഓരോ ഗോസ്റ്റ് കാണിക്കുകയാണ് അല്ലേ. എന്തായാലും ഇവിടെ മഞ്ജുപിള്ള കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ. മക്കളെ സപ്പോർട്ട് ചെയ്യുക, അതാക്കുക, ഇതാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കാര്യം മഞ്ജുപിള്ള? ഒരുമാതിരി സപ്പോർട്ട് ചെയ്തവരെ അപമാനിക്കുന്ന രീതിയിലല്ലേ നിങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ആക്കാൻ പറ്റുമോ? നമ്മളെന്തീ കാണിക്കുന്നത്? അതിനാണ് എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തോന്ന് ഈ കാണിച്ചു കൂട്ടുന്നത്? കാര്യമായിട്ടുള്ള ഒരു ടോപ്പിക് പറയുന്ന സമയത്ത് പോലും നിങ്ങൾ അവിടെ ഗോസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളത് പറയാലോ, ഭയങ്കര ബോറാണിത്. പറയാതെ വയ്യ. ബാക്കി പറന്തായാലും ഐ ജസ്റ്റ് റിയലൈസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഏജ് എന്ന് പറയുമ്പോൾ വിവരമുള്ളത് 5 വയസ്സുള്ള കൊച്ചിനും ആവാം, 85 വയസ്സുള്ള അപ്പൂപ്പനും ആവാം. ഇറ്റ് ഡസന്റ് മാറ്റർ. അപ്പോൾ ഒരു 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 ഞാൻ പറയുന്നില്ലായിരുന്നു, എനിക്ക് പേഴ്സണലി അറിയത്തില്ല, ഒരു ആൻറ്റി എനിക്കൊന്ന് മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ. ആൻഡ് ഇപ്പോൾ കുറേ ഫോളോവേഴ്സ് കൂടി കുറേ ആൾക്കാരുടെ മെസ്സേജ് വരുന്നുണ്ട്, ലവ് മെസ്സേജ്, ലൈക്ക് ഇഷ്ടമാണ്, ലൈക്ക് നിങ്ങൾ കണ്ടിന്യൂ. ഇപ്പോൾ പറയാം മോളെ, ഞാൻ 2 പെൺകൊച്ചുങ്ങളുടെ അമ്മയാണ്, 2 ടീനേജേഴ്സിൻ്റെ അമ്മയാണ്. എനിക്ക് മോള് അന്നിട്ട ഡ്രസ്സ്, മറ്റേ ഫോട്ടോഷൂട്ടിന് ഡ്രസ്സ്, ഈ തമ്മനയിലുള്ള ഡ്രസ്സ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് എൻ്റെ കൊച്ചുങ്ങൾ ഇട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു അമ്മ എന്ന രീതിയിൽ ഞാൻ മോൾക്ക് അനുഗ്രഹം നൽകുന്നു എന്ന് മനോഹരമായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ എങ്ങാനും I have any choice to wear any of my dresses, right? It is not affecting any other people. Then why should I, take a step back? If it affects any other people, okay, it's my mistake. But it's not affecting anyone else, പക്ഷേ ഈ അമ്മച്ചിയുടെ മുന്നിൽ ഞാൻ എങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ നല്ല മാന്യമായിട്ട് പോകും എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഈ ആൻറ്റീനെ ഡിസ്റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പോകും. ബിക്കോസ് അത്രയ്ക്ക് റെസ്പെക്റ്റോടെ കൂടെയാണ് പുള്ളിക്കാരുടെ ഒപ്പീനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, അതാണ് വളരെ റെസ്പെക്റ്റോട് കൂടി പുള്ളിക്കാരുടെ വീഡിയോക്ക് താഴെ ഒരാൾ കമന്റ് ചെയ്തു, നിങ്ങളുടെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അതിനാ റെസ്പെക്റ്റോട് കൂടി പുള്ളിക്കാർ സംസാരിച്ചു അല്ലേ, വളരെ നല്ല കാര്യം. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ. ഇനി കമന്റ് ഇട്ട സ്ത്രീയുടെ മുന്നിലേക്ക് പോകേണ്ടി വന്നാൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ താൻ വസ്ത്രം ധരിക്കുമെന്നും ഇവിടെ ദയസുജിത്ത് പറയുന്നുണ്ട് അല്ലേ. അതിനെ കുറിച്ചൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. അതിപ്പോ നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അല്ലേ. ഞാൻ എവിടെ പോയാലും എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുമെന്ന് പറഞ്ഞാലും ചില ഒക്കേഷൻസിൽ നമുക്ക് ചിലരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ വസ്ത്രധാരണം നടത്തേണ്ടി വരും. അതൊരു കുടുംബമായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്ന് കരുതി നമ്മളെ വസ്ത്രധാരണത്തിൽ കയറി തോന്നിയ ദിവസം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവിടെ മിണ്ടാതിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മാന്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനം ആർക്കും നടത്താം, അല്ലാതെ തോന്നിയ ദിവസം പറയാനുള്ള അവകാശം ആർക്കും ഇല്ല. ഇപ്പൊ ഒരാളുടെ വസ്ത്രധാരണം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ മാന്യമായി നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. അല്ലാതെ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും അടക്കം തോന്നിയ ദിവസം പറയാനും തെറി വിളിക്കാനും നിന്ന് കഴിഞ്ഞാണെങ്കിൽ അവിടെ മിണ്ടാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവർക്കെതിരെ നമ്മൾ ശക്തമായി തന്നെ പ്രതികരിക്കുകയും വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. വലിയൊരു സങ്കടം ന്യൂസായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, അമ്മയും ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടൊരു സാധനം കിട്ടിയില്ല. സോ വി ആർ ആക്ച്വലി വെരി സാഡ് അബൌട്ട് ഇറ്റ്. അത് ആണെന്നറിയില്ല. അവിടെ നിന്ന് ആക്ച്വലി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഐ ആം ആക്ച്വലി വെരി സാഡ്. ജെന്യൂൻ ആയിട്ട് ഞാൻ പറയാം, ഭയങ്കര സാഡാണ് ഞാൻ. ഇങ്ങനെ അത് അഫക്റ്റ് ഞാൻ വിചാരിച്ചില്ല. അമ്മയ്ക്ക് എന്ത് പറയാനുണ്ടോ? അമ്മയ്ക്ക് അത് എഫക്ട് ചെയ്യുന്നുണ്ടോ? എനിക്ക് കൈ മതി, സാധനം വേണ്ട. സോ കയറ് കിട്ടിയില്ല. ഇവരിത് വിട്ടില്ലേ, ഇപ്പോഴും കയറ് പിടിച്ച് തൂങ്ങാണോ? എന്തോരേതോ ബാക്കി പറന്തായാലും. കേരളത്തിലെ കയറ് കിട്ടാഞ്ഞിട്ട് എനിക്ക്
കേരളത്തിലെ കയറും ബോംബെയിലെ കയറും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ബോംബെ കയർ ഇത്രേ ഉള്ളൂ. ഇപ്പൊ കയറ് മേടിക്കാൻ നമ്മൾ പശുവിനെ കെട്ടുന്ന കയറ് മേടിക്കണ്ട. അപ്പൊ ജനുവരി സാർ തലേക്ക് എവിടെ ഇങ്ങനെ വേദനിക്കുന്നു കയറ് കിട്ടാത്തോണ്ട്. അച്ഛനെ എന്നെ വിളിച്ചു ചോദിക്കോ എന്തോ കയറോ? കയറ് കിട്ടിയില്ല, ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെന്ന്. അല്ല അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അല്ല അമ്മയോടൊപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും കേട്ട് തമാശ അല്ല കേട്ടോ. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ദിസ് ഇസ് നോട്ട് ഫണി. അതെ, അതന്നെ ഞങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളത്. അല്ല, ഇവിടെ ആരാണ് തമാശാക്കുന്നത്? ഞങ്ങളോ? നിങ്ങൾ തന്നെയല്ലേ ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയം സംസാരിക്കുന്ന സമയത്ത് ഫുള്ളും തമാശയായി കളിച്ചിരിച്ച് സംസാരിക്കുന്നത്. എന്നിട്ട് അവസാനം ഇങ്ങോട്ട് വന്ന് പറയാണ് തമാശാക്കല്ലേ എന്നൊക്കെ. ഇത് തിരിച്ച് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്തായാലും കൊള്ളാം, പ്രതികരിക്കാൻ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ഇവര്. ബാക്കി കേട്ടോക്കെ എന്തായാലും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. എനിവേ ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ദാറ്റ് വി ഗോണ ടോക്ക് അബൌട്ട് ഹൗ വി ഫീൽ അബൌട്ട് സർട്ടൻ സ്റ്റഫ്, certain ugly stuff. Words from Manju Pilla's mouth. അപ്പൊ നമുക്കിത് മഞ്ജു പിള്ളയുടെ തന്നെ ചോദിക്കാം എന്താണെന്ന്. ഞാൻ അങ്ങോട്ട് വരണോ? ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. മഞ്ജു പിള്ള, ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് അമ്മയുടെ ഫാൻസിനും എന്റെ ഫാൻസിനും പറയാൻ പറ്റില്ല, എനിക്ക് കുഴപ്പമില്ല, എന്നെ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ടേഴ്സ് പീപ്പിൾ. അതാ ഞാൻ പറഞ്ഞത്, സപ്പോർട്ടേഴ്സ്. അമ്മ, ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ്? എന്ത് ഫീല്? ഞാൻ അത് ആലോചിച്ചിട്ടും കൂടി ഇല്ല, നല്ല ഫീൽ ഉണ്ടാവുള്ളൂ. ചോദ്യം, നല്ല ഉത്തരം. ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് യൂസ്ലെസ് സ്റ്റഫ് which is happening. Yeah, useless stuff, but ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ബട്ട് ആസ് എ മദർ എവിടെയോ ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങളെ എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവും, ഒരു വേദന. അതെ, ആ വേദന നിങ്ങളോട് പ്രകടിപ്പിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, അല്ലാതെ വേദന കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനല്ല. നിങ്ങളുടെ മകളെ കുറിച്ചാണ് ഒരു പെണ്ണ് വന്നിരുന്ന് തോന്നിയാസം പറഞ്ഞത്. അതിന്റെ വേദന നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ അതേ നിങ്ങൾ തന്നെ തൊട്ടു മുമ്പ് പറയാണ് ദിസ് ഈസ് യൂസ്ലെസ് സ്റ്റഫ്, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ളത്. അല്ല മഞ്ജു പിള്ളേ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അവിടെ മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ രണ്ടു വർത്താനം പറയാണോ? ആരെവിടെയെങ്കിലും ഉറച്ചു നിൽക്ക്. നിങ്ങളുടെ മകളെ കുറിച്ച് ഒരു പെണ്ണ് വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ തോന്നിയാസം പറയുമ്പോൾ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ബാധിക്കുന്നുണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഇതൊരുമാതിരി രണ്ട് തോണിലും കാലിടുന്ന വർത്താനം പറയല്ലേ. ഉള്ളത് പറയാലോ. നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ എന്തൊക്കെയോ ഭയക്കുന്ന പോലെ തോന്നുന്നു. എന്തായാലും ബാക്കി പറ. നോട്ട് എന്താ പറയാ, പേടി അല്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് എന്റെ കൊച്ചിനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മകളെ കുറിച്ച് തോന്നിയ ദിവസം പറഞ്ഞ വ്യക്തിക്കെതിരെ നിങ്ങൾക്ക് നിയമപരമായി പോകാൻ പറ്റും. നിങ്ങൾ മുമ്പ് അങ്ങനെ പോയിട്ടുമുണ്ടല്ലോ. നിങ്ങളുടെ മകൾക്കെതിരെ ആരോ മോശമായി കമന്റ് ഇട്ട സമയത്ത് ആ വ്യക്തിനെ നിങ്ങൾ പൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ തന്നെ മുമ്പ് ഒരു ഇന്റർവ്യൂ വന്നിരുന്ന് പറഞ്ഞതാണത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷെഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീയെ പൂട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല. അതാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ടാണത്? ചോദ്യങ്ങൾ ഇങ്ങോട്ട് മാത്രമല്ലല്ലോ, അങ്ങോട്ടും ആവാമല്ലോ. പക്ഷെ നിങ്ങൾ അതിന് തുനിയുന്നില്ല. നിങ്ങൾ എന്തിനൊക്കെയോ ഭയക്കുന്നു. എന്നിട്ട് അതേ നിങ്ങൾ തന്നെ വീഡിയോയിൽ ഒന്ന് പറയുന്നു എനിക്കൊന്നിനെയും പേടിയില്ല എന്നൊക്കെ. ബാക്കി പറന്തായാലും അല്ല, അത് മാത്രം അല്ല, എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ അത് മാത്രമല്ല, എന്നെ എത്രയോ പേര് എന്നെ സ്വന്തം മകളായിട്ട് കാണുന്നു. അമ്മ, അത് നല്ലതല്ലേ മോനെ? മനസ്സിലായി. അതൊക്കെ നല്ലതല്ലേ? ഒരാൾക്ക് അതല്ല, എന്നെ എത്രയോ പേര് എന്നെ മകളായിട്ട് നല്ലതല്ലേ എന്ന് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞ കേട്ടോ. നിങ്ങള് ഒരു സ്പെസിഫിക് ആളുണ്ട്, ആള് കുറെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ആള് പറഞ്ഞതാണ് ഞാൻ മകളെ പോലെയാണെന്ന്, ഒരു മകളെ പോലെ കാണുന്ന. ഓക്കെ, ഷെഫീന ബീവിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ദയാ സുജിത്തിനെ ഞാനൊരു മകളെ പോലെ കാണുന്നെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ദയാ സുജിത്തിനെതിരെ കണ്ട് തെറഭിഷേകമൊക്കെ ഷെഫീന ബീവി നടത്തിയത്. അതിനെ കളിയാക്കിക്കൊണ്ടാണ് ദയാ സുജിത്ത് ഇപ്പൊ സംസാരിച്ചത്. അതിനുശേഷം മകളെ പോലെ എന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മഞ്ജുപിള്ള എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവരത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. മേ ബി ഒരു പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് കളഞ്ഞതാവണം. അതാണ് ഇവരെന്തൊക്കെയോ പ്രശ്നമാവണ്ടെന്ന് കരുതി വീഡിയോയിൽ സംസാരിക്കുന്ന പോലെ. ബാക്കി പറഞ്ഞാലും ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് ഞാനും കുറച്ച് പറയും. ഇത് എനിക്ക് എല്ലാത്തിനേക്കാളും കുറച്ചും കൂടി ഇതാണ് എനിക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് പേഴ്സണലി. എനിക്ക് ചിലവര് ഒരാളുണ്ടായിരുന്ന പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നു. പക്ഷെ ദാറ്റ് ഒരു ആണായിരുന്നു. ഹി വാസ് സപ്പോർട്ടിങ് മീ. ഒരു വീഡിയോ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വേണ്ട, കുട്ടിയുടെ ഇഷ്ടം, കുട്ടിയുടെ ഡ്രസ്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ അതിന്റെ താഴെ ഒരു കമന്റ് വന്നിരുന്നു, വേറെ ഏതൊരു നല്ലൊരു മനുഷ്യൻ ഇത് എനിക്ക് അവര് റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് പെയ്ഡ് PR ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ എന്നെ സപ്പോർട്ട് ചെയ്ത ആള് തന്നെ പറഞ്ഞു സംശയമില്ലാതെ ഇല്ലാന്ന്. അപ്പൊ ഞാൻ വെച്ചത് രണ്ട് കൊളം കറ, ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. മേ ബി അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും. ഇറ്റ്സ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. ബട്ട് ഇത് ഒന്നല്ല, ഞാൻ പല ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് സെയിം തിങ്, പെയ്ഡ് PR. ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ നിൽക്കണോ?
ഓക്കെ, അപ്പൊ ഷെഫീൻ അബീവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റുകൾ ഇവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ദയാസുജിത്ത് പറഞ്ഞു വെക്കുന്നത്. അതെല്ലാം പെയ്ഡ് PR ആണോ എന്നുള്ളൊരു സംശയവും ഇവിടെ ദയാസുജിത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലേ. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല അതെല്ലാം പെയ്ഡ് PR ആണെന്നുള്ളത്. അങ്ങനെ കഷ്ടപ്പെട്ട് പെയ്ഡ് PR നടത്തി ഷെഫീൻ അബീവിനെ സപ്പോർട്ട് ചെയ്യാൻ. ഷെഫീൻ അബീവ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഒന്നും അല്ലല്ലോ, ഒരു വായ തോന്നിയത് വിളിച്ചു പറഞ്ഞൊരു സ്ത്രീ. അങ്ങനെ എല്ലാവരും അവരെ കാണുന്നുള്ളൂ. അവരെന്നും പെയ്ഡ് PR നടത്തി സപ്പോർട്ട് ചെയ്യേണ്ട ഗതിയോടൊന്നും ആർക്കും ഇവിടെ ഇല്ല. ഇത് ആക്ച്വലി റിയൽ ആയിട്ടുള്ള കമന്റുകളൊക്കെ തന്നെയാണ്. പിന്നെ കുറെ ഫേക്ക് അക്കൗണ്ട് എന്നുള്ള കമന്റുകൾ ഉണ്ടാകും, അല്ലാതെ പെയ്ഡ് PR തേങ്ങാക്കൊരുന്നല്ലത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പോഴും 19ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി ഇട്ടാത്ത കുറെ ഉണ്ട് ഇവിടെ. അവരാണ് ലിറ്ററലി ഇപ്പോഴും ഷെഫീൻ അബീവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് കരുതി തോന്നിയ ദിവസം പറഞ്ഞാലും മിണ്ടാതിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്തായാലും ബാക്കി പറഞ്ഞാലും അല്ല, എൻ്റെ ചോദ്യം അതാണ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ മണ്ട ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ നിൽക്കണമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ആൾക്കാർ പല സ്ഥലത്തിരുന്നും പല ഇതും ആവും. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഫാമിലിപ്പെട്ട ഒരാളാണ് അത് ഇട്ടതെങ്കിൽ ഓക്കെ, നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. ആണോ മഞ്ജു പിള്ള? മുമ്പ് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പ്രതികരിച്ചിരുന്നത്. ഒരു 10 മാസം മുന്നേ നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. നിങ്ങളെ അറിയാത്ത ഒരാൾ നിങ്ങളുടെ മകളെ കുറിച്ച് അസഭ്യം പറഞ്ഞ് കമന്റ് ഇട്ട സമയത്ത് നിങ്ങൾ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചല്ലോ, അയാളെ പൂട്ടിയല്ലോ. അന്നേരം നിങ്ങൾ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് ഭയങ്കര പൊട്ടിത്തെറിച്ച് സംസാരിച്ചല്ലോ. എന്റെ മോളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഞാൻ മുട്ടുകാല് തല്ലി ഒടിക്കുന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. അതേ നിങ്ങൾ തന്നെയാണ് ഇപ്പൊ മാറ്റി പറയുന്നത്. നമ്മൾ അറിയാത്ത ഒരാൾ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. ഇതെന്താണ് മഞ്ജു പിള്ളേ? നിങ്ങൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ഇത് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലായി പോയല്ലോ കാര്യങ്ങൾ. അപ്പൊ പറയുന്ന പോലൊന്നും അല്ല നിങ്ങളുടെ പ്രവൃത്തി അല്ലേ മഞ്ജു പിള്ളേ? എന്തായാലും ബാക്കി പറ. നിനക്ക് അങ്ങനെ അറിയാമായിരുന്നു? നമ്മൾ അറിഞ്ഞുകൂടാത്ത രണ്ട് വ്യക്തികൾ ഇരുന്ന് എവിടെ വരും? നമ്മുടെ പേഴ്സണലി അറിയാത്ത രണ്ടുപേരാണ് അല്ലേ? പേഴ്സണലി അറിയാത്ത രണ്ടുപേരിരുന്ന് എനിക്കൊരു കമന്റ് വന്നിരിക്കുന്നു ഇപ്പൊ കുറച്ച് ഓവറാണെന്ന്. ആണ് യൂട്യൂബിൽ കുറച്ചല്ല, നല്ലോണം ഓവറാണ്. ഈ വീഡിയോന്റെ ഇടയിൽ കാണിക്കുന്ന ഗോഷ്ടികളൊക്കെ പോട്ടെ, അത് പിന്നെ നിങ്ങൾ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് വെക്കാം. അല്ലാതെ നിങ്ങളുടെ നിലപാടുണ്ടല്ലോ അത് ഭയങ്കര ഓവറാണ്, പറയാതെ വയ്യ. കാരണം നിങ്ങൾക്കൊരു പ്രശ്നം വന്ന സമയത്ത്, നിങ്ങളെ കുറിച്ചൊരു പെണ്ണ് യൂട്യൂബിൽ വന്നിരുന്ന് തോന്നിയവാസം പറഞ്ഞ സമയത്ത് അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ആയിക്കൊണ്ട് പലരും പല കാര്യങ്ങളും ചെയ്തു തന്നു. ആ ഉണ്ണി വ്ലോഗ് അടക്കമുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി തോന്നിയവാസം പറഞ്ഞ സ്ത്രീക്കെതിരെ കേസ് വരെ കൊടുത്തു. അത്രയും ആളുകൾ അത്രയും നിങ്ങൾക്ക് സപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ അതിനെല്ലാം കാറ്റ് പറത്തുന്ന രീതിയിലായി പോയി നിങ്ങളുടെ പ്രതികരണം എന്ന് പറയാതെ വയ്യ. നിങ്ങൾ ലിറ്ററലി ഞങ്ങൾ എല്ലാവരും നിരാശപ്പെടുത്തി കളഞ്ഞു. കൂടുതലൊന്നും പറയാനില്ലേ. എന്താണ് ഇവിടെ മഞ്ജു പിള്ളേന്റെ പ്രതികരണം കണ്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.